ഹായ് ഓൾ. ഇന്ന് എളുപ്പത്തിൽ ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുത്താലോ? ഓവനും ബീറ്ററും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പാനിൽ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. കേക്ക് റെഡിയാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, കൂടെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ച് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എല്ലാ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ സ്ഥലത്തും എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഒരു 2 പ്രാവശ്യം കൂടെ അരിച്ചിട്ട് കൊണ്ടുവരാവേ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ ഹാൻഡ് ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, മിക്സിയിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്ത് കാണിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. ഈ പഞ്ചസാര പൊടിച്ചതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മുട്ടയുടെ സ്മെൽ ഓവറായിട്ട് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാവേ. എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് ടൈമിൽ കറച്ചു പോവും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. 3-4 ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പയ്യെ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. വീഡിയോ ലെങ്തി ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിൽ എഡിറ്റ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴേക്കും സ്ലോയിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ബാറ്റർ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് മാത്രം പാല് ഒഴിച്ചു കൊടുക്കാം. ചിലപ്പോൾ ഇതിൽ കൂടുതൽ വേണ്ടി വരും, അല്ലെങ്കിൽ ഇത് കുറച്ച് മതിയാവുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി അനുസരിച്ച് പാലിൻ്റെ അളവ് തീരുമാനിക്കുക കേട്ടോ. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഒന്ന് ചുട്ടിട്ടെടുക്കണം. അപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോകരുത്. ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്ന പോലെ കോരി ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാവേ. അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക. ഒരുപാട് നേരം വെച്ച് കരിച്ചൊന്നും കളയരുത്. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കാവേ. ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല. ഇനി ഒരു 1 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ ആദ്യത്തെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തത് റെഡിയാക്കി എടുക്കാം. അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേട്ട് തന്നെ പാൻ ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ ഏകദേശം ഒരു വലുപ്പത്തിൽ തന്നെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാകുമ്പോഴേക്കും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോഴേക്കും എളുപ്പം ഉണ്ടാവും. അടുത്ത കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം റെഡിയാക്കിയിട്ട് കൊണ്ടുവരാവേ. ഈ ഒരു വലിപ്പത്തിൽ വെച്ചിട്ട് മാക്സിമം റെഡിയാക്കി എടുക്കാൻ നോക്കുക കേട്ടോ. കേക്കെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ബോർഡിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുവാണ്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തെന്നിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ക്രീം ഇട്ട് കൊടുക്കുന്നത്. ഇനി കേക്ക് ഒന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഓൾറെഡി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീമും കൂടെ സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഒരുപാട് ക്രീമൊന്നും വേണ്ട, ചെറിയൊരു തിൻ ലെയർ ആയിട്ടുള്ള ക്രീം മാത്രം മതിയാവും. കാരണം ലെയേഴ്സ് കൂടുതൽ കേക്കിൽ വരുന്നതാണ്. അപ്പം നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ക്രീം ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ഇടയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്തിട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോഴേക്കും എല്ലാം ഒരേ ലെവലിൽ തന്നെ കിട്ടണം എന്നില്ല ബേസ്. അപ്പോൾ
നമ്മൾ ക്രീം ഇട്ട് കൊടുത്തതൊന്ന് ലെവല് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവേ. അടുത്ത ലെയറിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ എല്ലാ ലെയേഴ്സും ഞാൻ ഇതേപോലെ ഫ്രൂസ് ചെയ്തിട്ട് കൊണ്ടുവരാം. എനിക്ക് ചില ലെയേഴ്സില് കേക്ക് ഇച്ചിരി കൂടുതൽ പുറത്തേക്ക് ചാടി നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണേ. അപ്പോഴേക്കും ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ലെയേഴ്സും വെച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഒരു 5 ലെയർ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അത്രയും തന്നെ ബേസ് വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാവേ. അത് ഞാൻ ഫൈനൽ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്രീം വെക്കാത്തതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ഒന്നും ആയിരിക്കൂല. ഏകദേശം ഒന്ന് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് കൊണ്ടുവരാവേ. ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് പാലില് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലിലോ വിപ്പിംഗ് ക്രീമിലോ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാവേ. ഇതൊന്ന് നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ഗനാഷിന്റെ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല. കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുകയും വേണം. ആ സമയത്ത് വേണം കേട്ടോ നമ്മൾ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കേക്കിന്റെ ടോപ്പിൽ മുഴുവനായിട്ട് തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗനാഷിൽ മൊത്തത്തിൽ കോട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ട്രിപ്പ് ചെയ്തിറങ്ങുന്ന രീതിയിലാണ് ചെയ്തെടുത്തേക്കുന്നത്. കോട്ട് ചെയ്തെടുക്കുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഗനാഷ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ. അപ്പൊ എളുപ്പത്തിൽ തന്നെ നമ്മൾ കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ പാനിൽ തന്നെ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക കേട്ടോ. കേക്കിൽ ഞാൻ ചെറിയൊരു ഡെക്കറേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലത്തെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക്